അനീഷ് വലിയൊരു നുണ പറഞ്ഞു. അനീഷ് നുണ പറഞ്ഞ് ഷാനവാസിനെ ചതിച്ചു, അതുപോലെ അനുമോളെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോഴും വരുന്നത്. അനീഷ് പറഞ്ഞ നുണയെന്താണെന്നല്ലേ? അതായത് അനീഷ് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ അനീഷിന് മൈജയിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ബിഗ് ബോസിലേക്ക് പോകാനായിട്ട്. കോമണർ എന്ന് പറയുന്ന ഇതിൽ തന്നെ ലാലേട്ടൻ നമ്മളെ എല്ലാവരെയും ബോധ്യപ്പെടുത്തിയ ഒരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് കോള് വന്ന മറ്റുള്ളവരുടെ ഡീറ്റെയിൽസ് എടുക്കുമ്പോഴേ അവരോട് എല്ലാവരോടും പറഞ്ഞൊരു കാര്യം ഇതാണ്. അതായത് ഒരു 10 ദിവസം മുമ്പേ നിങ്ങൾക്ക് ചിലപ്പോഴേ വരേണ്ടി വരും, ഒന്ന് റെഡിയായി നിന്നോ, തയ്യാറായി നിന്നോ, എന്നാൽ എല്ലാം പാക്ക് ചെയ്യുമോ, അതൊന്നും വേണ്ട, നമ്മൾ വിളിക്കുമ്പോഴേ ചിലപ്പോൾ വരേണ്ടി വരും എന്നുള്ള ഇതിൽ ഒരു 10-13 ദിവസം മുമ്പേ ഓരോരാൾക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അവരെ ഒന്നും വിളിച്ചിട്ടില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ 3 ദിവസം മുമ്പ് മാത്രമാണ് ഇവരോടൊക്കെ പറഞ്ഞത് എന്നുള്ള കാര്യം ശരിയായിരിക്കാം, അതൊരിക്കലും തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ലാലേട്ടൻ ഇന്നലെ അവിടെ കിടന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ചത് എന്താ, നിങ്ങളെല്ലാം ഒരുപോലെയാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ലാലേട്ടൻ ഒരു കാര്യം ചെയ്യണമായിരുന്നു. ആദ്യം തന്നെ കോമണർ എന്ന് പറയുന്ന ഒരു പദവി എടുത്ത് കളയണമായിരുന്നു. അതല്ലേ വേണ്ടത്. ഈ ആരെ പൊട്ടനാക്കാനാണ് ഇവർ കോമണർ എന്ന് പറയുന്ന ഒരു പദവി കൊണ്ടുവന്നത്? അപ്പൊ ഇന്നലെ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് മുഴുവൻ എന്ന് പറഞ്ഞാൽ അനീഷ് നുണ പറഞ്ഞു. അനീഷ് നുണ പറഞ്ഞത് കൊണ്ട് ഇനി അവന് കപ്പ് കൊടുക്കണ്ട, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഉപ്മാ വിളക്കുന്ന അനുമോൾക്ക് തന്നെ കപ്പ് കൊടുക്കാം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദില നൂറമാർക്ക് കപ്പ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മൾ ഷാനവാസിന് കപ്പ് കൊടുക്കാം, ഇനി ഇവരെല്ലാം ഒഴിവാക്കി കഴിഞ്ഞാലും അക്ബറിന് ചുളിവിൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് കപ്പ് കൊടുക്കാം എന്നാണ് ഇപ്പോൾ ഇവരൊക്കെ തീരുമാനിക്കുന്നത്. തീരുമാനിക്കാൻ വരട്ടെ. ഒരു കാര്യമുണ്ട്, അതായത് അനീഷിന്റെ പിന്തുണ ഇന്നലെ ഒരു ദിവസം കൊണ്ട് വർദ്ധിച്ചതല്ലാതെ എന്ന് പറഞ്ഞാൽ ഇത് കുറയ്ക്കാൻ പറ്റിയിട്ടില്ല. ഇവരെല്ലാവരും രാവിലെ മുതൽ മത്സരിച്ച് വീഡിയോ ചെയ്തിരുന്നു. മത്സരമായിരുന്നു ഇന്നലെ. അനീഷിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു മത്സരമായിരുന്നു. അനീഷിനെ ഡീഗ്രേഡ് ചെയ്ത് കിട്ടിയ ഒരു സന്ദർഭം അത് അവർ തന്നെ എടുത്തിട്ട് കൊടുത്തതാണ്. അതായത് ഒരു പ്രൊമോയിലൂടെ നമുക്ക് എല്ലാവർക്കും അറിയാം അത് എപ്പിസോഡ് വരുമ്പോഴൊന്നും ഉണ്ടാവില്ല, ഒന്നുമില്ലായിരുന്നു എപ്പിസോഡിൽ. അപ്പൊ അങ്ങനെ ലാലേട്ടൻ വന്ന് അനീഷിനെ പൊരിച്ചു, അനീഷിനെ മുക്കി, അനീഷിനെ ചപ്പാത്തിയാക്കി, അമീഷ് അടിച്ചു പരത്തി, അനീഷിനെ അങ്ങ് എയറിലേക്ക് വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ഭയങ്കരമായിട്ടുള്ള ഇതൊക്കെ ആയിരുന്നു. വൈകുന്നേരമായപ്പോൾ ഇവന്മാരൊന്നും പൊടി പോലും നമ്മൾ കണ്ടിട്ടില്ല. ഇവരൊക്കെ എവിടെയാ പോയത് എന്ന് കണ്ടിട്ടില്ല. അപ്പൊ ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അനീഷിനെ ഇവിടെ വളർച്ച തടയുക, അനീഷ് എന്ന് പറയുന്ന ഒരുത്തന് ഒരു കാരണവശാലും കപ്പ് കിട്ടരുത് എന്നുള്ള ഒരു നിലയിലാക്കുക എന്നുള്ളത് തന്നെയാണ്. കളിച്ചിട്ടേരായാലും ഇവർക്ക് അനീഷിനെ തോൽപ്പിക്കാൻ കഴിയില്ല, പറഞ്ഞിട്ട് തോൽപ്പിക്കാൻ കഴിയില്ല, വേറെ ഒരു തരത്തിലും അനീഷിനെ തോൽപ്പിക്കാൻ കഴിയില്ല. എന്തിനധികം അല്ല, ചതിയിലൂടെ വരെ അനീഷിനെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം എന്താ, അനീഷ് ആ ചതിക്ക് നിന്നുകൊടുക്കും. അനീഷിനെ ഇതിനു മുമ്പേ തന്നെ പലരും ചതിച്ചിട്ടുണ്ട്. ആ ചതിയൊക്കെ അറിഞ്ഞുകൊണ്ട് അയാൾ തലവെച്ച് കൊടുത്തിട്ടുണ്ട്. അയാൾക്ക് അവിടെ ഭക്ഷണം കൊടുക്കാണ്ട് നിന്നിട്ടുണ്ട്, ഉറങ്ങാൻ വിടാതിരുന്നിട്ടുണ്ട്, അയാളെ പല വിധത്തിൽ ദ്രോഹിച്ചിട്ടുണ്ട്, പട്ടിയെ തല്ലുന്നതുപോലെ തല്ലി താഴെയിട്ടിട്ടുണ്ട്. പക്ഷെ അത് നമ്മളെ കാണിച്ചിട്ടില്ല. എന്തുകൊണ്ടാ? അത് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അവിടെയുള്ള ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ പുറത്തു പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് അവർ കാണിക്കാതിരുന്നത്. അപ്പൊ അങ്ങനെ അനീഷിനെതിരെ ഒരുപാട് ഗൂഢമായിട്ടുള്ള ആലോചനകൾ അവിടെ വന്നിരുന്നു. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി, എല്ലാം നനഞ്ഞ പടക്കം പോലെയെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇപ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അതായത് ഈ നുണ പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിന്റെ പേരിൽ ഒരു വലിയ ഒരു ഇത് തന്നെ നമുക്കിവിടെ ഇതാക്കാം എന്നൊക്കെയാണ് എല്ലാവരും കരുതിയത്. അപ്പൊ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഷാനവാസിന് കിട്ടിയൊരു വലിയൊരു കെട്ടല്. ഷാനവാസ് ഓർമ്മയില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മറന്നുപോയത് കൊണ്ടോ ഒന്നും അല്ല അനീഷിന്റെ പേര് പറയാഞ്ഞത്. അവന് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. അവൻ അസൂയയും കുശുമ്പും കൊണ്ട്, പെങ്ങളുടെ സ്നേഹം കൊണ്ട് അവനാകെ ഭ്രാന്തായിരിക്കുകയാണ്. ഇതേ പെങ്ങൾ ഇന്നലെ പറയുന്ന കാര്യങ്ങളുണ്ട്, അത് നമുക്ക് പിന്നെ വരാം. അതായത് ആ പെങ്ങള് തന്നെ വിളിച്ചു പറഞ്ഞു, ഇനി അവനുമായിട്ടുള്ള കൂട്ടുകെട്ട് വേണ്ട, അവൻ ശരിയല്ല. ഷാനവാസിന് മനസ്സിലാക്കണം നിങ്ങൾ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതായത് ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ റിയാസ് വന്ന ആ സമയത്ത് തന്നെ പെങ്ങൾ എന്ന് പറയുന്ന ഈ സ്ത്രീ വന്നിട്ട് ഷാനവാസിനെ ഉപദ്രവിച്ച് നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ. അന്ന് അനീഷ് എന്ന് പറയുന്ന ഒരുത്തം മാത്രമേ കൂടെ നിൽക്കാനുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും ഇന്ന് അയാൾ യാതൊരു ഉളുപ്പും ഇല്ലാതെ അയാൾ പറയും അനുമോളെയാണ് സേവ് ചെയ്യേണ്ടതെന്ന്. മനസ്സിലാക്കണം നിങ്ങൾ, ഈ ഷാനവാസിക്കാൻ്റെ ആ ഒരു സ്നേഹം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ലോകത്ത് ഒരാളെ വിശ്വസിച്ച് കഴിഞ്ഞാലും വേണമെങ്കിലും എന്ന് പറയുന്നത് വിഷമാണെങ്കിലും ലക്ഷ്മിയെ വരെ വേണമെങ്കിലും കൂടെ നിർത്താം, ഇല്ലെങ്കിൽ അക്ബറിനെ വരെ കൂടെ നിർത്താം. പക്ഷേ ഈ ഷാനവാസ് എന്ന് പറയുന്നവൻ കാളം കൂടെ വിഷമാണെന്നേ ഞാൻ പറയുള്ളൂ. അത്രമാത്രം ഭയങ്കരമായിട്ട് അയാളുടെ മനസ്സിൽ നിന്നും അയാൾ കൃത്യമായിട്ടും ഇന്നലെ ആ സംഭവത്തിൽ നമ്മൾ എല്ലാവരും കണ്ടതാണ്. അയാൾ കാണിക്കുന്ന ആ ഒരു ചേഷ്ടകൾ നമ്മൾ കണ്ടതാണ്.
അയാൾക്ക് എന്ന് പറയുന്ന അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥിയെ എങ്ങനെയെങ്കിലും ആദ്യം മുതൽ തന്നെ അയാൾ ഒരു വൈരാഗ്യ ബുദ്ധിയോട് കൂടി തന്നെയാണ് പെരുമാറുന്നത്. പക്ഷെ അയാൾ വൈരാഗ്യ ബുദ്ധിയോട് കൂടിയാണ് പെരുമാറുന്നതെങ്കിലും അയാളെ ചിരിച്ചുകൊണ്ട് കഴുത്തറക്കും എന്നൊക്കെ പറയുന്നില്ല, അതേപോലെയുള്ള ഒരു മനുഷ്യനാണ് അയാൾ. സ്നേഹം പ്രകടിപ്പിക്കും, മെല്ലെ മെല്ലെ അമർത്തി സ്നേഹത്തിൽ ഇങ്ങനെ പിന്നെ ആലിംഗനം ചെയ്തിട്ട് പിന്നെ അമർത്തി കൊലപ്പെടുത്തും ഇങ്ങനെ പറയുന്നില്ലേ, അതേപോലെയുള്ള സംഭവമാണ് നമ്മുടെ ഷാനുഖാൻ്റെത്. അപ്പൊ ഷാനുഖ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് ആർക്കും അറിയില്ല എന്നൊന്നും വിചാരിക്കേണ്ട. ഷാനുഖ ഇന്നലെ പറഞ്ഞിരിക്കുന്നത് അനീഷ് ആരെ സേവ് ചെയ്യണം അനീഷിനോട് ചോദിച്ചപ്പോഴേ ഒരു സംശയം കൂടാതെ പറഞ്ഞു ഷാനുവിൻ്റെയാണ്. കാരണം അയാൾക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയ ഒരു കൂട്ടുകാരനെ പോലും മനസ്സിലാക്കാനുള്ള ഒരു ശക്തി അല്ലെങ്കിൽ ഒരു ബുദ്ധി പോലും ഷാനവാസിനില്ല. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, അയാൾക്ക് വേറെ ഏതോ ചിന്തയിലാണ് അയാൾ ഇപ്പോഴേ, അയാൾ വേറെ ഏതോ ലോകത്താണ്. അതുകൊണ്ടല്ലേ ആദില നൂറമാറ നോക്കി അവരിങ്ങനെ എന്തോ കണ്ണുണ്ടാക്കി അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അനുമോളുടെ പേര് പറഞ്ഞു. അപ്പൊ ഇയാൾ എന്ന് പറയുന്നത് ശരിക്കും അവരൊരു കളിപ്പാവയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾ എന്തിനാണ് അവിടെ പോയത്, അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ എന്തിനാണ് പോയത് എന്നുള്ളതെല്ലാം മറന്നുപോയിരിക്കുകയാണ് ഇയാള്. ഇപ്പോഴയാൾക്ക് വേണ്ടത് തന്നെ സ്നേഹം മാത്രമാണ്. ആ സ്നേഹം ഭാര്യ കോരി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി അവിടെ പെങ്ങന്മാരും ഇല്ല. കാരണം പെങ്ങന്മാർ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഇയാളെ ചവിട്ടി വെളിയിലാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇനി പെങ്ങന്മാരുടെ ഭാഗത്ത് നിന്നും ഒരു സഹകരണവും പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ കുറേ ആളുകൾ ഇന്നലെ വെച്ച വെള്ളം ഇപ്പോഴങ്ങ് വാങ്ങി വെച്ചിട്ടുണ്ട്. കാരണം അവർക്ക് മനസ്സിലായി ഇനി എന്തോ പറഞ്ഞിട്ടും കാര്യമില്ല, അനീഷിനെ ഇനി ഒന്നു പറയാനും എന്തു പറഞ്ഞു കഴിഞ്ഞാലും ജനങ്ങൾ വിശ്വസിക്കത്തില്ല. അതായത് അനീഷിനെതിരെ പല ആരോപണങ്ങളും കൊണ്ടുവന്നു, തളർത്താൻ വേണ്ടി നോക്കി. കണ്ടം വിറ്റതാണെന്ന് പറഞ്ഞു. ഇന്നലെ കണ്ടം വിറ്റതാണെന്ന് പറഞ്ഞ ഒരുത്തി പറയാ ഞാൻ തമാശയൊക്കെ പറഞ്ഞു നിന്ന് അതുവരെ പൊളിഞ്ഞു വീണു എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള കാര്യം പറയാം, ഇത്രയും വലിയൊരു ഗെയിം ഇതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ട്. ഞാനൊക്കെ ഇന്നലെയാണ് കരുതിയത്. 26 ലക്ഷവും 16 ലക്ഷവും 10 ലക്ഷവും ഇതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ടെങ്കിൽ ഇതെന്ന് പറയുന്നത് കൃത്യമായിട്ടെന്ന് പറഞ്ഞ് ഇതിൻ്റെ പുറകിലുള്ളവരാ. ഇതൊരു വലിയ വാതുവെപ്പ് പോലെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പുറകിൽ ഉള്ളവരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന് പകരം അവർക്ക് പ്രോത്സാഹനം നൽകുകയല്ല വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതായാലും അനീഷിനെ പൊട്ടിക്കാൻ കഴിയില്ല എന്ന് സമ്മതിച്ചു എന്ന് വിചാരിച്ചോട് കൂടിയിട്ട് ഇവിടെ പല പിന്മാറാൻ തുടങ്ങിയിട്ടുണ്ട്. പല ആൾക്കാരും എന്ന് പറഞ്ഞാൽ പുറകിലോട്ട് പിന്മാറാൻ തുടങ്ങിയിട്ടുണ്ട്. പല ആൾക്കാർക്കും ഇനി ഗെയിമിനോട് പോലും താല്പര്യമില്ലാത്ത സ്ഥിതിയിലായിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശോകമായിട്ടുള്ള ലൈവായിരിക്കും കാണേണ്ടി വരിക. കാരണം എന്താ, ഇനി ഇവർക്കൊന്നും ഒരു ഗെയിമും ഇല്ല. എല്ലാവൻ്റെയും കള്ളത്തരങ്ങളും ഇതൊക്കെ വിടുവായിത്തരങ്ങളും ഒക്കെ പൊളിച്ച് കയ്യിൽ കൊടുത്തു. അതാണ് ഷാനവാസ് എന്ന് പറയുന്ന ഒരു ചതിയനെ ഇന്നലെ ഇവിടെ തുറന്നു കാണിച്ചതിലൂടെ ബിഗ് ബോസ് ഇന്നലെ ഒരുപാട് പേർക്ക് മനസ്സിലാക്കി കൊടുത്തു. ഇതാണ് ഷാനവാസ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ രുദ്രനല്ല, രുദ്രൻ്റെ ഏട്ടനാന്ന് ഇയാൾ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇയാൾ രുദ്രൻ്റെ ഏട്ടൻ കളിക്കാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇയാൾ ആരെ ചതിച്ചാലും നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഇയാൾ അനീഷ് എന്ന് പറയുന്ന ഒരുത്തൻ്റെ സിമ്പതിക്കും മറ്റേതിനും വേണ്ടിയിട്ട് അടുത്തു കൂടിയതിന് ശേഷം ഇയാൾ പോയിട്ട് പാര വെക്കുന്നത് അല്ലെങ്കിൽ ഇയാൾ പോയിട്ട് ഉള്ളിലൂടെ പറയുന്നത് ഇതൊക്കെ നമുക്ക് ഒരിക്കലും എന്ന് പറഞ്ഞാൽ ന്യായീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഇനി അനീഷ് നുണ പറഞ്ഞു, അയ്യോ അനീഷ് നുണ പറഞ്ഞു, അനീഷ് PR കൊടുത്തു, അനീഷ് RR കൊടുത്തു, അനീഷ് ORS കൊടുത്തു എന്നൊന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണ്ട. കാരണം എന്താ വെച്ചാൽ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ നനഞ്ഞ പടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, മാറിയെന്ന് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും ഹോട്ട്സ്റ്റാർ കയറിയിട്ട് ശക്തി നമുക്ക് കാണിച്ചു കൊടുക്കണം. ജയിലിലും അതുപോലെ നോമിനേഷനിലും അനീഷ് ഉണ്ടാവുകയെ, അനീഷ് ഇല്ലാണ്ട് കൂല. ജയിലിലും ഉണ്ടാവും, നോമിനേഷനിലും ഉണ്ടാവും. നോമിനേഷനിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, ജയിലിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നന്ദി, നമസ്കാരം.